നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇവിടുത്തെ സഭാധ്യക്ഷന്മാർക്കൊന്നും ഇഷ്ടമല്ല എന്നാണ് പൊതുവെ ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടാക്കുന്ന നറേറ്റീവുകൾ. എന്നാൽ ഇപ്പോൾ പല സഭാധ്യക്ഷന്മാരും നരേന്ദ്രമോദിയെ കാണാൻ സമയം ചോദിച്ച് ചെല്ലുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. പ്രധാനമന്ത്രിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിരിക്കുന്നത് സിറോ മലബാർ സഭ അധ്യക്ഷനാണ്. പാർലമെന്റ് ഹൗസിൽ ഇന്ന് നരേന്ദ്രമോദി റാഫേൽ തട്ടിലുമായി ചർച്ച നടത്തും. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്തൊക്കെയാകും ചർച്ചാ വിഷയമാവുക എന്നത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. മേജർ ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ ദിവസമാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം തേടിയത്. പാർലമെന്റ് നടപടികൾ ഉള്ളതിനാൽ പ്രധാനമന്ത്രി ഇന്നേക്ക് കൂടിക്കാഴ്ച മാറ്റുകയായിരുന്നു. രാവിലെ 11-ന് പാർലമെന്റ് ഹൗസിൽ വെച്ചാണ് കൂടിക്കാഴ്ച. മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് മാർ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രിയെ കാണാനെത്തുന്നത്. ജനുവരി 11-നാണ് മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തത്. സ്ഥലം വിൽപ്പന ഉൾപ്പെടെയുള്ള വിവാദങ്ങളെ തുടർന്ന് മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിയുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ സഭാ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ കാണുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുമോ എന്ന സംശയവും സാധാരണക്കാർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ എന്തായിരിക്കും ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശമെന്ന് ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടുമില്ല.